ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് തോട്ടുകളെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് തോട്ടില് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂള്, കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂൾ രണ്ടും ഒരേ പേരാണ്. കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അതിൽ വരുന്ന കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഷൂൾസ് ഡെലിസ്, അതേപോലെ തന്നെ റൈഫിസൺ, അതേപോലെ തന്നെ ഹൊറസ് പ്ലങ്കറ്റ് എന്ന് പറയുന്ന ആളുകളാണ്. അവരുടെ ഒരു വ്യൂ പോയിന്റിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ്. അതിലെ മെമ്പേഴ്സിൽ അതിന് എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിൽ, കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂളിൽ അവരുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി എന്നുള്ളത്. കോർപ്പറേഷൻ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് പൊസിഷൻസിലേക്ക് പോവാൻ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കില്ല എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളാണ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂൾ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിൽ ആക്ച്വലി നമ്മൾ അതിനകത്ത് വരുന്ന ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന റോബർട്ട് ഓവൻ, ചാൾസ് ഗിഡ് ഓർ ചാൾസ് ഗൈഡ്, TW മേഴ്സർ, GW റസ്സൽ എന്നിവരാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ കോർപ്പറേഷൻ ആണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ക്യാപിറ്റലിസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ ആണ് എന്നുള്ളതും, കോർപ്പറേഷൻ കൊണ്ട് ഒരു സൊസൈറ്റിയെ റീസ്ട്രക്ചർ ചെയ്യാനും റീഫാഷൻ ചെയ്യാനും സാധിക്കും എന്ന് കരുതുന്ന ആളുകളാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത്, എക്കോണമി വേർ പ്രൈവറ്റ് എന്റർപ്രൈസ് ഈസ് ട്രാൻസ്ഫോംഡ് ടു എ സെക്കൻഡറി പൊസിഷൻ വൈൽ ദ കോപ്പറേറ്റീവ് ബിക്കം ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. കോർപ്പറേഷൻ ഒരു ഡോമിനന്റ് ആയിട്ട് മാറാൻ പറ്റും ഒരു സാമ്പത്തിക സിസ്റ്റത്തില് എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ ആയിരുന്നു. സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളില് ഫേമസ് ആയിട്ടുള്ള റവല്യൂഷണറീസ് എന്ന് പറയുന്നത് കാരൽ മാക്സും ലെനിനും ആണ്. അവരുടെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വെപ്പണാണ്. സോഷ്യലിസ്റ്റ് തോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതനുസരിച്ച് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് രൂപീകരിക്കാനുള്ള ഒരു വെപ്പൺ ആയിട്ടാണ് അവർ കോർപ്പറേഷനെ കാണുന്നത്. ലെനിന്റെ ഒബ്സർവേഷൻ ഇങ്ങനെയായിരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ഹെൽപ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ശരിക്കും കഴിഞ്ഞ ഒരു ദിവസം 1 hour വെച്ച് ഡിസ്കസ് ചെയ്തു. പഠിച്ചു കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ പഠിക്കുന്നവരെ വലിയ ഒരു ഓപ്ഷനാണ്. അതുപോലെയാണ് നമ്മളെ കോർപ്പറേഷന്റെ മുഴുവൻ ടോപ്പിക്. പഠിക്കാൻ നമ്മൾ ഒരുമ്പിട്ട് ഇറങ്ങിയാൽ നമുക്കൊരു ബാലികേറ മലയൊന്നുമല്ല, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ് കോർപ്പറേഷൻ. കോപ്പറേറ്റീവ് എക്സാം മറ്റു PSC എക്സാമിനേക്കാൾ കൂടുതൽ പാസ്സാവാൻ സാധ്യതയുള്ള എക്സാം. അതിൻ്റെ ഒരു കാരണം കോർപ്പറേഷൻ, ബാങ്കിങ്, IT ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളൂ. സബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുന്ന ഇംഗ്ലീഷോ മാത്സോ ഒന്നും ഇവിടെ ഇല്ല. ഈ ഒരു സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് കേരള ബാങ്കിൽ ഒരു പോസ്റ്റ് സിമ്പിളായിട്ട് നേടാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർപ്പറേഷന്റെ ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എക്സാം ആണ് കേട്ടോ. നമ്മളെ ക്ലാസ്സിലുള്ള ഓരോ സംസാരവും ഫൈനലി എത്തിപ്പെടുന്നത് നമ്മളെ പരീക്ഷ എന്ന ഓപ്ഷനിലേക്ക് തന്നെയാണ്. അതിൽ കവിഞ്ഞ് മറ്റൊരു ഓപ്ഷനും ഞാനും നിങ്ങളും തമ്മിലില്ല. ശരിക്കും എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്. അതിനേക്കാളൊക്കെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിലെ ചില കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷീബ, അതേപോലെ തന്നെ നമ്മൾ അശ്വനിത, അതേപോലെ തന്നെ അശ്വതി, അതേപോലെ സബിത, അതേപോലെ നമ്മളെ ബൈജു, അരുൺ, ഇതൊക്കെ എൻ്റെ മൈൻഡിലേക്ക്, അനിഷ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡില് മീൻസ് ഈ ക്ലാസ്സിൽ എൻ്റെ മൈൻഡിലേക്ക് വന്ന ആളുകളാണ്. എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരിതില്ലാതെ അത് അപ്പം തന്നെ ചെയ്യും. അത് ആ ഒരു രീതിയിൽ വോയിസ് ഇടോണ്ട് ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയേണ്ടി വരില്ല, അതിൻ്റെ ഇടക്ക് വോയിസ് നമ്മളെടുത്ത് എത്തിയിട്ടുണ്ടാവും. അത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്.
എന്നെ ഇംപ്രസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ആ പഠനത്തിന്റെ വോയിസ് നിങ്ങളെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്, നിങ്ങളെ മൈൻഡിൽ അത് ഉണ്ടാവും. ഞാനിത് കുറച്ച് ആളുകളെ പേരെടുത്ത് പറഞ്ഞ ബാക്കിയുള്ള ആളുകളെ പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ പറയാത്തത് കൊണ്ടോ അല്ല, നിങ്ങളെ പല സമയത്തിന്റെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം. മറ്റുള്ള ആളുകളൊക്കെ ഞാൻ മനഃപൂർവ്വം മറന്നതുമല്ല. എല്ലാവരെയും പറയാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നതിനേക്കാൾ ഉപരി കുറച്ചും കൂടെ എന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ്. കാരണം പഠിക്കാൻ പറഞ്ഞത് അപ്പോൾ ആ സ്പോട്ടില് വോയിസ് ആയിട്ടാണെങ്കിൽ വോയിസ് എന്താണോ പറഞ്ഞത് അത് ക്ലിയർ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ്. പഠിക്കുക ഇവിടെ നിങ്ങളെ നിലനിർത്തുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യണം. അതിന് പഠിച്ചേ പറ്റൂ. അത് അനീഷ് എന്ന് രാവിലെ പറഞ്ഞ പോലെ, ഇന്നിപ്പോ പറഞ്ഞ പോലെ സാർ കുറച്ചായിട്ട് ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. കാരണം ഈ എക്സാം എത്തുന്നവരെ പഠിക്കേണ്ടുള്ളൂ. അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ആർക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല, പഠനം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഈ പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ എക്സാം ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻസ് മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ ആ ഡെഫിനിഷൻ പോയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ആക്കണ്ട. പകരം ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഈ ഡെഫിനിഷൻ ആരാണ് ഡിഫൈൻ ചെയ്തത്, അക്കോർഡിംഗ് ടു ഇന്ന ആളെന്ന് പറയുന്ന, അക്കോർഡിംഗ് ടു CRFA, അക്കോർഡിംഗ് ടു ICA, അക്കോർഡിംഗ് ടു VL മേത്ത, അക്കോർഡിംഗ് ടു ഈ പറയപ്പെടുന്ന വ്യക്തി ആരാണത് ഡിഫൈൻ ചെയ്യപ്പെട്ടത്, ആ വ്യക്തിയെയാണ് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതായത് ഒരു ഡെഫിനിഷൻ തന്നാൽ ആ ഡെഫിനിഷൻ ആര് ഡിഫൈൻ ചെയ്തു എന്ന് കണ്ടെത്തലാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. ഡെഫിനിഷൻസ് നമ്മൾ ഏകദേശം 6, 7, 8ഓളം ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കും. ഏകദേശം 6ൽ കൂടുതൽ ഡെഫിനിഷൻ എന്തായാലും പഠിക്കും. ആ ഡെഫിനിഷൻസ് മുഴുവൻ നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിട്ട് അത് ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഡെഫിനിഷൻസിൽ നിന്ന് അത് ആര് ഡിഫൈൻ ചെയ്തു എന്ന ഓപ്ഷൻസിലേക്ക് പോവാനുള്ള ഒരു ഹിന്റ് കിട്ടിയാൽ മതി. ഡെഫിനിഷൻ കണ്ടാൽ ആരാണ് ഡിഫൈൻ ചെയ്തതെന്ന് പറയണം. ഒരാളെ പേര് കണ്ടാൽ അയാളെ ഡെഫിനിഷൻ താഴെ തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഡെഫിനിഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത്രയും നിങ്ങൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടോളൂ, അഥവാ ഇപ്പോഴത്തെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടോളൂ. കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡെഫിനിഷൻസിന്റെ ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു എലിജിബിലിറ്റി നേടണം. എങ്ങനെ? ഒരു ഡെഫിനിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ ഇന്ന ആളുടെ ഡെഫിനിഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ സെറ്റ് ആവണം. അതിനെന്ത് കുറുക്കുവഴി നിങ്ങൾ ഉപയോഗിച്ചാലും പ്രശ്നമില്ല. ആ ഡെഫിനിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെഫിനിഷൻ ഇന്ന ആളതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. ഡെഫിനിഷനും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അത് ഡിഫൈൻ ചെയ്ത ആളും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. കാരണം ഡെഫിനിഷൻ തന്നിട്ട് ഒബ്ജക്റ്റീവില് ചിലപ്പോൾ ഈ ഡിഫൈൻ ചെയ്ത ആളെ പേര് കൊടുക്കും, അല്ലെങ്കിൽ വ്യക്തിയെ തന്നിട്ട് ഡെഫിനിഷൻസിന് ഒബ്ജക്റ്റീവ്സിൽ വരും. എന്തായാലും ഈ രണ്ടും നമുക്ക് എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടൂള് അത് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് എടുത്തേ പറ്റും. ഇന്നലെ നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ എച്ച് കാൽവേർട്ടിന്റെ ഡെഫിനിഷൻ. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടുള്ള മിസ്റ്റർ എച്ച് കാൽവേർട്ടിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോണിയ, ആ ഡെഫിനിഷൻ ഏതായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ? A form of organization where the persons voluntarily associate together as a human beings on a basis of equality for the promotion of the economic interest of themselves. Yes. Mr. H. Harwell-ന്റെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ആണ് പഞ്ചാബിലുള്ളത്. പഞ്ചാബിലുള്ള രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് മിസ്റ്റർ എച്ച് കാൽവേർട്ട്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് സോണി അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ഞാൻ ആ ഡെഫിനിഷനിൽ കടന്നു നിൽക്കുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഡെഫിനിഷൻസിലേക്ക് പോവാണ്. ശ്രീ VL മേത്ത എന്നവരുടെ ഡെഫിനിഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. VLMEHTA, അതിന്റെ സ്പെല്ലിംഗ് ആണ് MEHTA, മെഹ്ത എന്ന് പറയാം, മേത്ത എന്ന് പറയാം. നമുക്ക് തൽക്കാലം മെത്ത മതി. VL മെഹ്ത എന്നവർ പറയാണ്. കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഈ ഡെഫിനിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ ഇന്ന ആള് ഡിഫൈൻ ചെയ്തതാണ് എന്നതിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു ലിങ്ക്, എന്തെങ്കിലും ഒരു ഓപ്ഷൻ, അത് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അത് നിങ്ങൾ എന്നോട് പറയണമെന്ന് പോലും ഇല്ല. സാർ ഇന്ന ഡെഫിനിഷൻ ഇന്ന ആള് ഡിഫൈൻ ചെയ്തതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടൂളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ബസ് അത്രയും നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന മാർക്ക്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രീ VL മേത്തയുടെ ഡെഫിനിഷൻ പറയാണ്, Cooperation is only one aspect of a vast movement.
വലിയതായിട്ടുള്ള ഒരു മൂവ്മെന്റിലുള്ള ഒരേ ഒരു ആസ്പെക്ട് മാത്രമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരേ ഒരു ആസ്പെക്ട് ആണ്. ഏതിന്റെ? ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ്. ഒരുപാട് മൂവ്മെന്റുകളിൽ നിന്നുള്ള ഒരേ ഒരു ആസ്പെക്ട് മാത്രമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഈ പറയപ്പെടുന്ന ഈ എക്കണോമിക് സിസ്റ്റത്തിലെ ഒരു ആസ്പെക്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഗവൺമെന്റ് കമ്പനി, പബ്ലിക് കമ്പനി, അങ്ങനെ ഉള്ള ഒന്നിൽ നിന്നുള്ള ഒരു ആസ്പെക്ട് ആണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ട്രേഡ് യൂണിയന്, ക്ലബുകള്, അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റികള്, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നുള്ള ഒന്നാണെന്ന് പറയാം. സോ വിയൽ മെഹ്ത എന്നിവർ പറയാണ് കോപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് വാസ്റ്റ് മൂവ്മെന്റ്. വാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിന്റെ, വളരെ വലിയ രീതിയിലുള്ള മൂവ്മെന്റിന്റെ ഒരു ആസ്പെക്ട് മാത്രമാണ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ്. ഫാസ്റ്റ് എന്നല്ല ഇവിടെ പറഞ്ഞത്, വാസ്റ്റ് എന്നുള്ളതാണ്. വി ആണ് കൊടുത്തിട്ടുള്ളത്. വാസ്റ്റ് മൂവ്മെന്റ് വിച്ച് പ്രൊമോട്ട്, ആ ഒരു ആസ്പെക്ട് ആയിട്ടുള്ള കോപ്പറേഷൻ അത് പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിനെയാ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾ? വിച്ച് പ്രൊമോട്ട് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന്റെ സ്വമേധയാലുള്ള അസോസിയേഷനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരുപാട് വാസ്റ്റ് മൂവ്മെന്റുകളിലെ ഒരേ ഒരു ആസ്പെക്ട് ആണ് കോപ്പറേഷൻ. ആ കോപ്പറേഷൻ എന്തിനു പ്രൊമോട്ട് ചെയ്യുന്നു? വിച്ച് പ്രൊമോട്ട് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന്റെ വോളണ്ടറി അസോസിയേഷനെ അത് പ്രൊമോട്ട് ചെയ്യുന്നു. വിച്ച് പ്രൊമോട്ട് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയോ? ഹാവിങ്, അതെനിക്കുണ്ട്. ആ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസിന്, അഥവാ ഇൻഡിവിജ്വൽസിന്റെ സ്വമേധയാലുള്ള കൂടിച്ചേരലുണ്ടല്ലോ, ആ അസോസിയേഷൻ ഉണ്ടല്ലോ, ആ അസോസിയേഷൻ ഉണ്ട്. ഹാവിങ് കോമൺ നീഡ്സ്, കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യം അവർക്കുണ്ട്. കോപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് വാസ്റ്റ് മൂവ്മെന്റ് വിച്ച് പ്രൊമോട്ട് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഹാവിങ് കോമൺ നീഡ്സ് ഹു കമ്പൈൻ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് നീഡ്സ്. അവരെല്ലാവരും കൂടെ അവിടെ അങ്ങനെ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയിട്ടാ? ഹു കമ്പൈൻ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് നീഡ്സ്. അവരുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള എക്കണോമിക് നീഡ്സിന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ശ്രീ വിയൽ മെഹ്തയുടെ ഡെഫിനിഷൻ അത് ഇങ്ങനെയാണ് പറയുന്നത്: വാസ്റ്റ് മൂവ്മെന്റുകളിൽ ഒരു ആസ്പെക്ട് മാത്രമാണ് കോപ്പറേഷൻ. അതോടൊപ്പം തന്നെ ആ കോപ്പറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽസ് വോളണ്ടറിലി അസോസിയേറ്റ്, സ്വമേധയാ അവർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ നീഡ്സ് ഉണ്ട്. ആ കോമൺ നീഡ്സിന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആസ്പെക്ട് ഉള്ളതിൽ നിന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമാണ് കോപ്പറേഷൻ. ആ കോപ്പറേഷനകത്ത് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്? വോളണ്ടറിലി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പരസ്പരം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കൊരു കോമൺ ആയിട്ടുള്ള എക്കണോമിക് നീഡ്സ് ഉണ്ട്. ആ കോമൺ എക്കണോമിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? എല്ലാവരും പരസ്പരം ഒന്നിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശ്രീ വി എൽ മെഹ്തയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ശ്രീ വി എൽ മെഹ്തയുടെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്: കോപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ് വിച്ച് പ്രൊമോട്ട് voluntary association of individuals having common needs who combine towards the achievement of common economic needs. ഇതാണ് വിയൽ മെഹ്തയുടെ ഡെഫിനിഷൻ. ഭവിന ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞോളൂ. അവിടെ ഇല്ല, ഒന്നും കൂടി പറയോ? ഒന്നുകൂടെ പറയണം. ഓക്കെ, പറഞ്ഞുതരാലോ. ശ്രീ വിയൽ മെഹ്ത, ശ്രീ വിയൽ മെഹ്ത, MEHTA എന്നാണ് സ്പെല്ലിംഗ് വരുന്നത്. ശ്രീ വിയൽ മെഹ്ത. മ്യൂട്ടാക്കാം ചോദ്യം ചെയ്യാൻ, പിന്നെ മ്യൂട്ടാക്കാം, മറ്റുള്ളവർക്ക് പ്രയാസം വരരുത്. ശ്രീ വിയൽ മെഹ്ത: കോപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൺലി വൺ ആസ്പെക്ട്, ഒരു ആസ്പെക്ട് മാത്രമാണ്, ഒരു കണിക മാത്രമാണ്. കോപ്പറേഷൻ എന്ന് പറയുന്ന ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ്. വാസ്റ്റ് മൂവ്മെന്റ്, പരന്നതായിട്ടുള്ള മൂവ്മെന്റുകളിൽ നിന്നുള്ള ഒരേയൊരു ചെറിയൊരു മൂവ്മെന്റ് മാത്രമാണ് ഇത് കോപ്പറേഷൻ എന്ന് പറയുന്നത്. വിച്ച് പ്രൊമോട്ട്, അത് പ്രൊമോട്ട് ചെയ്യും.
ആ കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. എന്തിനെയാ പ്രൊമോട്ട് ചെയ്യുന്നത്? വിച്ച് പ്രൊമോട്ട് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന്റെ വോളണ്ടറി അസോസിയേഷൻ, ഇൻഡിവിജ്വൽസിന്റെ സ്വമേധയാലുള്ള കൂടിച്ചേർന്ന്. ഹാവിംഗ് കോമൺ നീഡ്സ്, ആ ഇൻഡിവിജ്വൽസിനൊക്കെ കോമൺ ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഹു കമ്പൈൻ ടുവാർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് നീഡ്സ്. ഹു കമ്പൈൻ, ആ ഇൻഡിവിജ്വൽസ് എല്ലാവരും കൂടെ അവിടെ കൂടിയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാ? ടുവാർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് നീഡ്സ്. ടുവാർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് നീഡ്സ്. കോമൺ ആയിട്ടുള്ള എക്കണോമിക് നീഡ്സിന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഹു കമ്പൈൻ ടുവാർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് നീഡ്സ്. സിർവിയൽ മെത്തേഡ്. സിർവിയൽ മെത്തേഡ് ഡെഫിനിഷൻ സിമ്പിൾ ആണ്. വാസ്റ്റ് മൂവ്മെന്റിലെ ഒരു ആസ്പെക്ട് മാത്രമാണ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ഇൻഡിവിജ്വൽസ് ഒക്കെ വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടുന്നു. അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു എക്കണോമിക് നീഡ്സ് ഉണ്ട്. ആ എക്കണോമിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് കൂടുന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എക്കണോമിക് നീഡ്സിനെ പൂർത്തീകരിച്ച് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഇൻഡിവിജ്വൽസിന്റെ വോളണ്ടറി അസോസിയേഷൻ ആണ് എന്ത്? കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ വലിയൊരു സംഭവം ഒന്നുമില്ല. ഞാൻ ആ ഡെഫിനിഷൻ ആയതുകൊണ്ട് നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ പറ്റൂല. ആ സെന്റൻസ് അതേപോലെ പറഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസിന് അതേപോലെ വായിച്ചത്. അവർ ആകെ പറഞ്ഞ വിയൽ മെത്തേഡ് ഡെഫിനിഷൻ ആകെ പറയുന്നത്രേ ഉള്ളൂ. ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ട്. ആ മൂവ്മെന്റുകളിലുള്ള ഒരു മൂവ്മെന്റ് മാത്രമാണ് കോർപ്പറേഷൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതേപോലെ തന്നെ ഗവൺമെന്റ് കമ്പനി, പബ്ലിക് കമ്പനി, LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ട്രേഡ് യൂണിയനുകൾ, ചാരിറ്റബിൾ സൊസൈറ്റി. വാസ്റ്റ് മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റുകളിൽ നിന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ കോർപ്പറേഷനകത്ത് ഇൻഡിവിജ്വൽസ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വോളണ്ടറി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട്, കോമൺ എക്കണോമിക് നീഡ്സിന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അവരെല്ലാവരും അതിനെ ആ കോമൺ എക്കണോമിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഇതാണ് വിയൽ മെത്തേഡ് ഡെഫിനിഷൻ. സോ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻസിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് മാത്രം പഠിച്ചു വെക്കാൻ വേണമെങ്കിൽ എന്ത്? വിയൽ മെത്തേഡ് ഡെഫിനിഷൻ അനുസരിച്ച് കോർപ്പറേഷൻ ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ വാസ്റ്റ് മൂവ്മെന്റ്. ഈ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്ന വേറൊരു ഡെഫിനിഷൻ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്ത മൊത്തം ഡെഫിനിഷൻ പഠിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ആ ഡെഫിനിഷൻ ആരാന്ന് പറയാന്ന് പറഞ്ഞ ദീപിക പറഞ്ഞോളൂ. വിയൽ മെത്തേഡ് ഡെഫിനിഷൻ. Cooperation is only one aspect of a vast movement which promotes individuals have common needs who towards the achievement of common economic needs. Yes. Real method definition. അടുത്ത മെക്ലഗൻ കമ്മിറ്റി ഞാൻ PDF നോട്ടിൽ ഇട്ടിട്ടുണ്ട്. സോറി, PDF നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതെന്ത് ചെയ്യരുത്? അത് നോക്കിയിരുന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കരുത്. റഫ് നോട്ട് നിങ്ങൾ എപ്പോഴും എഴുതണേ. ഇനി നിങ്ങൾ അത് എഴുതാതെ ആ PDF നോട്ട് നോക്കിയിരിക്കല്ലേ. റഫ് നോട്ട് എഴുതും കേട്ടോ. പിന്നീട് നിങ്ങൾ PDF എടുത്തോ, കുഴപ്പമില്ല. ദ മെക്ലഗൻ കമ്മിറ്റി. ഇനി മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷനാണ്. മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ എങ്ങനെയാ വരുന്നത്? ശ്രദ്ധിച്ചോ. മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ എങ്ങനെയാ? ദ മെക്ലഗൻ കമ്മിറ്റി ഡിസ്ക്രൈബ്ഡ് കോർപ്പറേഷൻ. മെക്ലഗൻ കമ്മിറ്റി കോർപ്പറേഷനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. മെക്ലഗൻ കമ്മിറ്റി കോർപ്പറേഷൻ എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാം. എങ്ങനെയാണ് കോർപ്പറേഷനെ മെക്ലഗൻ കമ്മിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പറഞ്ഞു തരികയാണ്. മെക്ലഗൻ കമ്മിറ്റി നിങ്ങൾക്ക് കോർപ്പറേഷനെ പറഞ്ഞു തരികയാണ്. എങ്ങനെയാ പറയുന്നത്? ദ തിയറി ഓഫ് കോർപ്പറേഷൻ. ദ തിയറി ഓഫ് കോർപ്പറേഷൻ ഈസ്, മെക്ലഗൻ കമ്മിറ്റി കോർപ്പറേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദ തിയറി ഓഫ് കോർപ്പറേഷൻ ഈസ്, എടാ കോർപ്പറേഷന്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്. ദ തിയറി ഓഫ് കോർപ്പറേഷൻ ഈസ്, കോർപ്പറേഷനെ നിങ്ങൾക്ക് വിവരിച്ച് തരാൻ പോവാണ് ആര്? മെക്ലഗൻ കമ്മിറ്റി. മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ മെക്ലഗൻ കമ്മിറ്റി ഡിസ്ക്രൈബ്ഡ് കോർപ്പറേഷൻ ദസ്. എന്നിട്ട് പറയാണ്, കോർപ്പറേഷനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയാണ് ദ തിയറി ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ തിയറി പറയുകയാണെങ്കിൽ ഈസ് വെരി ബ്രീഫ്ലി, വളരെ ചുരുക്കിയിട്ട് പറഞ്ഞ കേട്ടോ. കോർപ്പറേഷൻ കുറെ ഉണ്ട്, പക്ഷെ അതിന്റെ തിയറി ഞാൻ നിനക്ക് ചുരുക്കി പറയാം. എടോ ശ്രദ്ധിച്ച് കേൾക്കണേ. ദ തിയറി ഓഫ് കോർപ്പറേഷൻ ഈസ് വെരി ബ്രീഫ്ലി, വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ശ്രദ്ധിച്ചു. ഞാനല്ലട്ടോ പറയുന്നത്, ആരാണ്? മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷനാ പറയാൻ പോകുന്നത്. ദ തിയറി ഓഫ് കോർപ്പറേഷൻ ഈസ് വെരി ബ്രീഫ്ലി. കോർപ്പറേഷന്റെ തിയറി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ദാറ്റ് ആൻ ഐസൊലേറ്റഡ്, ദാറ്റ് അത് ആ തിയറി വളരെ ചുരുക്കി പറയുമ്പോൾ ദ തിയറി ഓഫ് കോർപ്പറേഷൻ ഈസ് വെരി ബ്രീഫ്ലി ദാറ്റ് ആൻ, അതെന്താണ്? ഐസൊലേറ്റഡ്, ദാറ്റ് ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ
ദാറ്റ് ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ. ആ തിയറി പറയാണ് എന്ത്, ദാറ്റ് ആ കോപ്പറേഷന്റെ തിയറി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ദ തിയറി ഓഫ് കോപ്പറേഷൻ ഈസ് വെരി ബ്രീഫ്ലി ദാറ്റ് ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ, ഒറ്റപ്പെട്ട ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ, ദാറ്റ് ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ ക്യാൻ ബൈ അസോസിയേഷൻ വിത്ത് അതേഴ്സ്, ഒറ്റപ്പെട്ട ഐസൊലേറ്റ് ചെയ്യപ്പെട്ട പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, ക്യാൻ ബൈ അസോസിയേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി അസോസിയേറ്റ് ചെയ്യപ്പെടുന്നു, കൂട്ടിച്ചേരുന്നു. ബൈ മോറൽ ഡെവലപ്മെന്റ് ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട്, മോറൽ ഡെവലപ്മെന്റോടുകൂടെ മ്യൂച്വൽ സപ്പോർട്ടോടുകൂടെ പവർലെസ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റൊരാളോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ, മറ്റൊരു ടീമിനോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ അസോസിയേഷനിൽ നിന്ന് ഒബ്റ്റെയിൻ അയാൾ നേടിയെടുക്കുന്നു. മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷനാണ്, മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷനാണ് പറയുന്നത് ദ തിയറി ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷന്റെ തിയറി ഈസ് വെരി ബ്രീഫ്ലി, വളരെ ബ്രീഫായിട്ട് ചുരുക്കിയിട്ട്, ദാറ്റ് അതെന്താണ്, ആൻ ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട ആൻഡ് പവർലെസ് ശക്തിയില്ലാത്ത മനുഷ്യൻ, ആൻ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ ക്യാൻ ബൈ അസോസിയേഷൻ വിത്ത് അതേഴ്സ്, ക്യാൻ ബൈ അസോസിയേഷൻ വിത്ത് അതേഴ്സ്, അയാൾക്ക് കഴിയും മറ്റുള്ളവരുമായി കൂടിച്ചേരാൻ. എങ്ങനെ, ആൻഡ് ബൈ മോറൽ ഡെവലപ്മെന്റ് ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട്, മോറൽ ഡെവലപ്മെന്റോടുകൂടെ മ്യൂച്വൽ സപ്പോർട്ടോടുകൂടെ അയാൾക്ക് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കും. ഒബ്റ്റെയിൻ എന്നിട്ട് അയാൾക്ക് നേടാൻ സാധിക്കും. എന്തിനെ നേടാൻ സാധിക്കും, ഇൻ ഹിസ് ഡിഗ്രി ദ മെറ്റീരിയൽ അഡ്വാൻറ്റേജ്, എഴുതിക്കോ, ഇൻ ഹിസ് ഡിഗ്രി ദ മെറ്റീരിയൽ അഡ്വാൻറ്റേജ്, ഇൻ ഹിസ് ഡിഗ്രി ദ മെറ്റീരിയൽ അഡ്വാൻറ്റേജ് available to the, in his degree the material advantage available to the wealthy and powerful persons, available to the wealthy and powerful persons, in his degree the material advantage available to the wealthy and powerful person, and thereby develop himself, and thereby develop himself to the fullest extent of his natural abilities. In his degree the material advantage available to the wealthy and powerful person, available to the wealthy and powerful persons, and thereby develop himself to the fullest extent of his natural abilities. എന്താണ് അവിടെ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ, കോപ്പറേഷന്റെ തിയറി ആയിട്ട് മെക്ലഗൻ കമ്മിറ്റി പറഞ്ഞത് ഇത്രയാണ്, പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒറ്റപ്പെട്ട ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ മറ്റുള്ള ആളുകളുമായി കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂട്ടായ്മയിൽ എന്തുണ്ടാവും, വെൽത്തി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. അവരുമായി ഈ ഐസൊലേറ്റ് ചെയ്ത പവർലെസ് ആയിട്ടുള്ള മനുഷ്യൻ കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നാച്ചുറലി എന്ത് കിട്ടും, ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ അവർക്കൊരു എബിലിറ്റി കിട്ടും, ഒരു കഴിവ് കിട്ടും. അതാണ് ആക്ച്വലി കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് മെക്ലഗൻ കമ്മിറ്റി പറയുന്നത്. നിങ്ങൾ ആവേശം ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഡാ മോനെ രംഗൻ, ഞാൻ രംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ലേ, അതിനകത്ത് എന്താ സംഭവിക്കും നോക്ക്, വളരെ പാവപ്പെട്ട ഒരു 3 കുട്ടികൾ അല്ലെ, എടുത്തു പറയുമ്പോൾ അവര് പുറത്തൊരു ക്യാമ്പസിൽ പോയിട്ട് പഠിക്കുന്നു. ആ ക്യാമ്പസിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവരെന്താണ്, പവർലെസ് ആണ്, ഐസൊലേറ്റഡ് ആണ്. അവർക്ക് സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല ഓപ്ഷനിൽ കിട്ടുന്നു. അവർ പിന്നെ എന്ത് ചെയ്യാണ്, അവരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സീനിയേഴ്സിനെ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, അവർ മറ്റുള്ളവരുമായി അസോസിയേറ്റ് ചെയ്യാണ്. പവർഫുൾ ആയിട്ടുള്ള വെൽത്ത് ആയിട്ടുള്ള മറ്റൊരു ടീമിനെ കണ്ട് അവർ അസോസിയേറ്റ് ചെയ്യുന്നു. ആ ഒരു അസോസിയേഷനിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നു, നാച്ചുറലി അവർക്ക് മറ്റുള്ളവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നു. സെയിം ആ ആവേശം ഫിലിം എന്താണോ നമ്മളോട് തീം പറയുന്നത്, ആ തീമാണ് ആക്ച്വലി മെക്ലഗൻ കമ്മിറ്റിയുടെ കോപ്പറേഷന്റെ തിയറി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, ദ മെക്ലഗൻ കമ്മിറ്റി. ആ നോട്ട് നോക്ക്, എന്നിട്ട് ആ വായനയിലൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യം നോക്ക്. ഐസൊലേറ്റ് ചെയ്യപ്പെട്ട പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി പവർഫുൾ ആയിട്ടുള്ള വെൽത്ത് ആയിട്ടുള്ള മനുഷ്യന്മാരെ കൂടെ കൂടുമ്പോൾ അയാൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കഴിവ് കിട്ടും എന്നുള്ളതാണ് മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ. നോക്ക് നിങ്ങൾ, ദ മെക്ലഗൻ കമ്മിറ്റി ഡിസ്ക്രൈബ്ഡ്, നോട്ടിൽ നോക്ക്, എന്നിട്ട് ആ ഡെഫിനിഷനിലൂടെ വായിച്ചു പോകും.
The McLagan Committee described cooperation. McLagan Committee cooperation വിശദീകരിക്കുകയാണ്. Thus, the theory of cooperation is, കോപ്പറേഷന്റെ തിയറി എന്ന് പറയുന്നത് is very briefly, വളരെ ചുരുക്കി പറഞ്ഞാല് that അതെന്താണ്, an isolated and powerless man can by association with others and by moral development and mutual support obtain in his degree the material advantage available to the wealthy and powerful person and thereby develop himself to the fullest extent of his natural abilities. ഇതാണ് മെക്ലഗൻ കമ്മിറ്റിയുടെ കോപ്പറേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഹരിത ആ കോപ്പറേഷന്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ അവസാനത്തെ ഭാഗം കിട്ടിയിട്ടില്ല. ഓക്കെ അരുൺ ബ്രോ കേട്ടോളൂ. ഒന്നുകൂടെ കേട്ടോളൂ. The theory of cooperation is very briefly that an isolated and powerless man can by association with others and by moral development and mutual support obtain in his degree the material advantage available to the wealthy and powerful persons and thereby develop himself to the fullest extent of his natural abilities. ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ, ശക്തിയില്ലാത്തൊരു മനുഷ്യൻ, അവന് ഒരു അസോസിയേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പവർഫുൾ ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. അവരെ കൂടെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ നാച്ചുറൽ എബിലിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മെക്ലഗൻ കമ്മിറ്റിയുടെ വ്യൂ പോയിന്റിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ സപ്പോർട്ട് ഒരു വേർഡും ചോദിച്ചിട്ട് മ്യൂച്വൽ സപ്പോർട്ട് ഒബ്റ്റെയിൻ ഇൻ ഹിസ്, അത് കഴിഞ്ഞ പറഞ്ഞ വേർഡ് സപ്പോർട്ട് ഒബ്റ്റെയിൻ ഇൻ ഹിസ് ഡിഗ്രി the material advantage. Okay, പറഞ്ഞു. Yes. According to McLagan Committee described the cooperation, the theory of cooperation is very briefly that an isolated and powerless man can by association with others by material development and mutual support obtain in his degree material advantage available to the wealthy and powerful person and thereby develop himself to the fullest extent of his natural ability. Yes, okay, done. ആ ഡെഫിനിഷനിൽ കുറച്ച് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ കയറിപ്പോയോ ഒന്ന് നോക്കിട്ടോ. ഒന്നുകൂടെ ഞാൻ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. The McLagan Committee described cooperation. The theory of cooperation is very briefly that an isolated and powerless man can by association with others and by moral development and mutual support obtain in his degree the material advantage available to the wealthy and powerful person and thereby develop himself to the fullest extent of his natural abilities. ഇതാണ് മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ. ഡിഗ്രിയാണോ ഡിഗ്രിയാണ്. തോത് വാല്യൂ എന്നൊക്കെ പറയില്ലേ, ഡിഗ്രിയാണ്, ഡിഗ്രി അല്ല, ഡിഗ്രി, DEGREE. ഓക്കെ, അപ്പോ നമ്മൾ 2-3 ഡെഫിനിഷൻ പഠിച്ചു. ഇന്നത്തെ ഡെഫിനിഷനിൽ മാത്തയുടെ ഡെഫിനിഷനിൽ എന്ന് പറയുന്നത് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റില് ഒന്ന് മാത്രമാണ് കോപ്പറേഷൻ. വാസ്റ്റ് മൂവ്മെന്റുകളിൽ ഒരു ആസ്പെക്ട് മാത്രമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻഡിവിജ്വൽസ്, കോമൺ നീഡ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് എല്ലാവരും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് അവരെല്ലാവരും അവരെ എക്കണോമിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു. അതാണ് വിയൽ മേത്ത പറഞ്ഞത്. മെക്ലഗൻ കമ്മിറ്റി എന്താ പറഞ്ഞത്? ഒന്നുമില്ലാത്ത, ശക്തിയില്ലാത്ത ഒറ്റപ്പെട്ട മനുഷ്യൻ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ എന്ത് കിട്ടും, നാച്ചുറൽ ആയിട്ട് തന്നെ അവൻ കഴിവുകൾ വരും എന്നുള്ളതാണ് മെക്ലഗൻ കമ്മിറ്റിയുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷനാണ്. അടുത്ത ഡെഫിനിഷൻസ് പറയുന്നത് എന്താ നോക്കുക. മിസ്റ്റർ എം ടി ഹെറിക് എന്ന് പറയുന്ന ആളുടെ ഡെഫിനിഷനാണ്. ഹെറിക്, MT ഹെറിക്, HERRICK, MT ഹെറിക്,
HERIC, മിസ്റ്റർ എം ടി ഹെറിക്. മിസ്റ്റർ എം ടി ഹെറിക്, HERRIC, മിസ്റ്റർ എം ടി ഹെറിക്. മിസ്റ്റർ എം ടി ഹെറിക്കിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ നോക്കുക. മിസ്റ്റർ എം ടി ഹെറിക് ഡിഫൈൻഡ് കോർപ്പറേഷൻ. മിസ്റ്റർ എം ടി ഹെറിക് എന്ന ആള് കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾ? മിസ്റ്റർ എം ടി ഹെറിക് ഡിഫൈൻ കോർപ്പറേഷൻ ദ ആക്ട് ഓഫ് എ പേഴ്സൺ, ദ ആക്ട് ഓഫ് പേഴ്സൺസ്. അദ്ദേഹം കോർപ്പറേഷനെ കാണുന്നത് പേഴ്സൺസിന്റെ, വ്യക്തികളുടെ പ്രവൃത്തിയായിട്ടാണ്. ദ ആക്ട് ഓഫ് പേഴ്സൺ. മിസ്റ്റർ എം ടി ഹെറിക്, HERRIC, ഡിഫൈൻ കോർപ്പറേഷൻ. അദ്ദേഹം കോർപ്പറേഷനെ കാണുന്നത് എങ്ങനെയാ അറിയോ? ദ ആക്ട് ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ ഒരു പ്രവൃത്തിയായിട്ടാണ്. ദ ആക്ട് ഓഫ് പേഴ്സൺസ്, പ്രവൃത്തിയായിട്ടാണ്. എന്നിട്ട് ആ പേഴ്സൺസ്, ആ ഒരു ആക്ട്, ആ ഒരു പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ്? ഇനി അതാണ് പറയാൻ പോകുന്നത്. മിസ്റ്റർ എം ടി ഹെറിക് കോർപ്പറേഷനെ കാണുന്നത് പേഴ്സൺസിന്റെ ഒരു ആക്ട് ആയിട്ടാണ്, ഒരു പ്രവൃത്തിയായിട്ടാണ്. ദ ആക്ട് ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ ഒരു പ്രവൃത്തിയായിട്ടാണ്. എന്നിട്ട് ആ പ്രവൃത്തിയുടെ പ്രത്യേകത എന്താ? വോളണ്ടറിലി യുണൈറ്റഡ്. അവരെല്ലാവരും ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? വോളണ്ടറിലി യുണൈറ്റഡ്. ദ ആക്ട് ഓഫ് പേഴ്സൺസ് വോളണ്ടറിലി യുണൈറ്റഡ്. പേഴ്സൺസിന്റെ പ്രവൃത്തിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വോളണ്ടറിലി യുണൈറ്റഡ്. അവരെല്ലാവരും സ്വമേധയാണ് അവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. യൂട്ടിലൈസിങ് എന്നിട്ട് അവർ ഉപയോഗിക്കുന്നു. എന്തിനെയാണ് അവർ ഉപയോഗിക്കുന്നത്? റെസിപ്രോക്കലി. ഉപയോഗിക്കുന്നത് തന്നെ റെസിപ്രോക്കലാണ്. ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. യൂട്ടിലൈസിങ് റെസിപ്രോക്കലി their own forces and resources. അപ്പോൾ ദ ആക്ട് ഓഫ് പേഴ്സൺ ഒരു വ്യക്തികളുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി വോളണ്ടറിലി യുണൈറ്റഡ്, അവർ സ്വമേധയാ കൂടി ചേർന്നു. എന്നിട്ടോ യൂട്ടിലൈസിങ് റെസിപ്രോക്കലി their own forces and resources. അവരെന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അവരുടെ റിസോഴ്സസിനെ, അതല്ലെങ്കിൽ അവരുടെ ഫോഴ്സസിനെ അവരെന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. റെസിപ്രോക്കലി, ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ. അതാണ് അവിടെ പറഞ്ഞത്. ദ ആക്ട് ഓഫ് പേഴ്സൺസ് വോളണ്ടറിലി യുണൈറ്റഡ്, യൂട്ടിലൈസിങ് റെസിപ്രോക്കലി their own forces, resources or both, അതല്ലെങ്കിൽ അത് രണ്ടും, അണ്ടർ their arrangement, അവരുടെ അറേഞ്ച്മെന്റ് അനുസരിച്ച്, ടു their common profit or loss, അവരുടെ കോമൺ ആയിട്ടുള്ള പ്രോഫിറ്റിനോ ലോസിനോ വേണ്ടി. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ആ ഡെഫിനിഷൻ ഒന്നുകൂടെ കേൾക്കുന്നില്ല, ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം. മിസ്റ്റർ എം ടി ഹെറിക് ഡിഫൈൻ കോർപ്പറേഷൻ ആസ്. മിസ്റ്റർ എം ടി ഹെറിക് എന്ന് പറയുന്ന ആള് കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾ? ദ ആക്ട് ഓഫ് പേഴ്സൺസ്, പേഴ്സൺസിന്റെ, വ്യക്തികളുടെ, മനുഷ്യന്മാരുടെ പ്രവൃത്തിയാണ്. വോളണ്ടറിലി യുണൈറ്റഡ്, ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അവർ സ്വമേധയാ കൂടി ചേർന്നതാണ്. യൂട്ടിലൈസിങ് റെസിപ്രോക്കലി their own forces and resources, അവരെന്ത് ചെയ്യുന്നു? യൂട്ടിലൈസിങ് റെസിപ്രോക്കലി their own forces and resources, അവരുടെ ഫോഴ്സിനെ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസിനെ അവരെന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന രീതിയിൽ അവരുടെ ഫോഴ്സസുകളെ, റിസോഴ്സസുകളെ അവർ ഉപയോഗിക്കുന്നു. ഓർ ബോത്ത്, അതല്ലെങ്കിൽ രണ്ടും. എങ്ങനെയാണ് അവരെ ഫോഴ്സും റിസോഴ്സസും അവർ ഉപയോഗിക്കുന്നത്? അണ്ടർ their അറേഞ്ച്മെന്റ്, അവരുടെ അറേഞ്ച്മെന്റ് അനുസരിച്ചാണ് അവർ ഓരോരുത്തരും അവരുടെ ഫോഴ്സസിനെയും റിസോഴ്സസിനെയും ഉപയോഗിക്കുന്നത്. എന്നിട്ടോ ടു their common profit or loss, ഇവരൊക്കെ അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു their common profit or loss, അവരുടെ കോമൺ ആയിട്ടുള്ള ലാഭത്തിനോ നഷ്ടത്തിനോ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷന്റെ ഡെഫിനിഷൻ ആണ്. മിസ്റ്റർ എം ടി ഹെറിക് എന്ന് പറയുന്ന ആള് പറയുന്നത് മനുഷ്യന്മാര് ലാഭം നഷ്ടം നേടാനുള്ള ഒരു പ്രവൃത്തിയാണ്. ലാഭമോ നഷ്ടമോ നേടാനുള്ള പേഴ്സൺസിന്റെ ഒരു ആക്റ്റാണ്. ആ ആക്ടില് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരെല്ലാവരും സ്വമേധയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? അവരെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്നിട്ട് ആ ലാഭം നഷ്ടം നേടാൻ വേണ്ടി അവരവരുടെ ഫോഴ്സുകളെയും റിസോഴ്സസുകളെയും അവരുടെ അറേഞ്ച്മെന്റ് അനുസരിച്ച് രണ്ടും മുഴുവനായോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ എന്ന രീതിയിൽ അവർ ഉപയോഗിക്കുന്നു. എന്നിട്ട് ആ പ്രവൃത്തിയിൽ നിന്ന് അവർ ഒന്നെങ്കിൽ ലാഭം നേടുന്നു അല്ലെങ്കിൽ നഷ്ടം നേടുന്നു എന്നുള്ളതാണ് മിസ്റ്റർ എം ടി ഹെറിക്കിന്റെ ഡെഫിനിഷൻ. മിസ്റ്റർ എം ടി ഹെറിക്ക് പറയാണ് ദ ആക്ട് ഓഫ് പേഴ്സൺസിന്റെ, വ്യക്തികളുടെ, മനുഷ്യന്മാരുടെ പ്രവൃത്തിയാണ്. യുണൈറ്റഡ് വോളണ്ടറിലി, അവരെ അതിനുവേണ്ടി സ്വമേധയാ കൂടി ചേർന്നതാണ്. എന്നിട്ട് അവർ യൂട്ടിലൈസിങ് their റിസോഴ്സസ്,
ഓൾ ഫോഴ്സസ്, അവരവരുടെ ഫോഴ്സസ് അല്ലെങ്കിൽ റിസോഴ്സസിനെ ഉപയോഗിക്കുന്നു, ഓർ ബോത്ത് അല്ലെങ്കിൽ രണ്ടും. എങ്ങനെ ഉപയോഗിക്കുന്നത്? അണ്ടർ ദെയർ അറേഞ്ച്മെന്റ്, അവർ ഓൾറെഡി ഉള്ള അറേഞ്ച്മെന്റ് അനുസരിച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ റിസോഴ്സസും ഫോഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? ടു അച്ചീവ് ദ പ്രോഫിറ്റ് ഓർ ലോസ്, കോമൺ പ്രോഫിറ്റിനോ അല്ലെങ്കിൽ ലോസിനോ വേണ്ടിയിട്ടാണ്. അതാണ് മിസ്റ്റർ ഹെംപ്റ്റി ഹെറിക്കിന്റെ ഡെഫിനിഷൻ. Mr. Hempty Herrick defined cooperation, the act of persons voluntarily united, utilizing reciprocally their own forces, resources, or both under their arrangement to their common profit or loss. Beena, definition of the ലീന, റേഞ്ചിന് അതിൽ ഇഷ്യൂ ഉണ്ടോ? കേൾക്കുന്നില്ലല്ലോ. The act of persons voluntarily united, utilizing reciprocally their all forces and resources under their arrangement to their common profit or loss. ആയിവ, യെസ്, മുഴുവൻ കിട്ടി കേട്ടോ. സമയം കേൾക്കുന്നില്ല എന്നുള്ള ആ വാശിയോട് കൂടെ പറഞ്ഞപ്പോൾ സംഭവം സെറ്റ്. സോ നിങ്ങൾക്ക് ഡെഫിനിഷൻ മനസ്സിലാവണം കേട്ടോ. അതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവണ്ട എന്നുള്ളത് അതിന് ഉത്തരവാദിയല്ല. അതായത് ഞാൻ പറഞ്ഞ വേർഡിൽ എന്തില്ല, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ എന്ത് വേണം? ആ ഡെഫിനിഷൻ ഇന്ന ആള് ഡിഫൈൻ ചെയ്തതാണ് എന്ന് ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് സാധിക്കണം കേട്ടോ. ഇപ്പോ 3 ഡെഫിനിഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. വിയൽ മേത്തയുടെ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ മെക്ലഗൻ കമ്മിറ്റി ഡെഫിനിഷൻ പറഞ്ഞു, അതേപോലെ തന്നെ എംടി ഹെറിക്കിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ആ 3ഉം ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യല് ഞാൻ പറഞ്ഞുതരാം. ആ 3ൽ ഒന്ന് വിയൽ മേത്തയുടെ ഡെഫിനിഷൻ വാസ്റ്റ് മൂവ്മെന്റുകളിൽ നിന്നുള്ള ഒരു ആസ്പെക്ട് ആണ്. അത് വെച്ച് ഞാൻ വിയൽ മേത്തയുടെ കൺഫ്യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ കൺഫേം ചെയ്യാറുള്ളത്. മെക്ലഗൻ കമ്മിറ്റിയിൽ ഞാൻ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശക്തിയില്ലാത്ത മനുഷ്യൻ, ഒറ്റപ്പെട്ട മനുഷ്യൻ കൂടിച്ചേർന്ന് അവർ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇത് നേടിയെടുക്കുന്നു എന്നുള്ളതാണ് മെക്ലഗൻ കമ്മിറ്റി, ഒരു കോമൺ തിയറിയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. അത് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഒറ്റപ്പെട്ട മനുഷ്യൻ, അതേപോലെ തന്നെ ശക്തിയില്ലാത്ത മനുഷ്യൻ ഒന്നിച്ചു കൂടിയാൽ, മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് എംടി ഹെറിക്കിന്റെ ഡെഫിനിഷനിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ദ ആക്ട് ഓഫ് പേഴ്സൺസ്, വ്യക്തികളുടെ ഒരു പ്രവൃത്തിയാണ്. ദ ആക്ട് ഓഫ് പേഴ്സൺസ് യൂട്ടിലൈസിങ് ദെയർ റിസോഴ്സസ് ബോത്ത് ഓർ റെസിപ്രോക്കലി, രണ്ടും റിസോഴ്സസും ഫോഴ്സസും യൂസ് ചെയ്യുന്നു റെസിപ്രോക്കലായിട്ട്, കോമൺ പ്രോഫിറ്റ് ഓർ ലോസ്, ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നഷ്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടോ. ദ ആക്ട് ഓഫ് പേഴ്സൺസ്. അടുത്തതാണ് ജെ പി വാർബേസിന്റെ ഡെഫിനിഷൻ. ജെ പി വാർബേസ്, WARBASE. JP വാർബേസിന്റെ ഡെഫിനിഷൻ. JP വാർബേസ്, WARBASE. JP വാർബേസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ JP വാർബേസ് ഡിഫൈൻ കോർപ്പറേഷൻ. കോർപ്പറേഷനെ JP വാർബേസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ഡെഫിനിഷൻ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഡെഫിനിഷൻ കിട്ടാത്തതോ മനസ്സിലാവാത്തോ ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എക്സാം ഹാളിൽ ഇരിക്കുക. ഓക്കെ, അവിടെ ആരും ഹെൽപ്പിന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളാണ് പഠിക്കേണ്ടത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. JP വാർബേസിന്റെ ഡെഫിനിഷൻ, വാർബേസിന്റെ സ്പെല്ലിംഗ് കിട്ടിയിട്ടുണ്ടാവും, WARBASE. JP വാർബേസ് ഡിഫൈൻ കോർപ്പറേഷൻ. JP വാർബേസ് എന്നവര് കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെയാ JP വാർബേസ് എന്നവര് കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്യുന്നത്? കേട്ടോളൂ. JP വാർബേസ് ഡിഫൈൻ കോർപ്പറേഷൻ ആസ് എ, കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെയാണെന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്യാം കേട്ടോ. JP വാർബേസിന്റെ ഡെഫിനിഷൻ പറയാൻ പോവാണ്. വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയാണ്. JP വാർബേസ് എന്നവർ പറയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയാണ്. വാർബേസ് എന്നവർ പറയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫ്, അതൊരു ജീവിത രീതിയാണ്. വേ ഓഫ് ലൈഫ്. വേർബൈ, അവിടെ ആ ജീവിത രീതിയിൽ, വേ ഓഫ് ലൈഫ്, ആ ജീവിത രീതിയിൽ നോക്കിട്ടോ. JP വാർബേസിന്റെ ഡെഫിനിഷൻ ഇതാ പഠിക്കാൻ പോവാണ്.
അവിടെ പറയണം വേ ഓഫ് ലൈഫ്. കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്. വേർ ബൈ ആ ജീവിത രീതിയിൽ ആ ജീവിത രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? വേർ ബൈ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി. ആ ജീവിത രീതിയിൽ ജനങ്ങളെല്ലാവരും ഡെമോക്രാറ്റിക് ആയിട്ടാണ് കൂടിച്ചേർന്നിട്ടുള്ളത്. അതാണ് പറഞ്ഞത് വേ ഓഫ് ലൈഫ് വേർ ബൈ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി. വേ ഓഫ് ലൈഫ് വേർ ബൈ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി. അപ്പൊ എന്താ പറഞ്ഞത്? JP വാർബേസ് എന്നവര് കോപ്പറേഷനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. വേ ഓഫ് ലൈഫ് അതൊരു ജീവിത രീതിയാണ്. വേർ ബൈ അവിടെ ആ ജീവിത രീതിയിൽ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി പീപ്പിൾസ് അവിടെ കൂടിച്ചേർന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഡെമോക്രാറ്റിക്കലാണ്. ഡെമോക്രാറ്റിക് ആയിട്ടാണ്. ആ ഡെമോക്രാറ്റിക് ആയിട്ടാണ് ആ ജീവിത രീതിയിൽ അവർ കൂടിച്ചേർന്നിട്ടുള്ളത്. ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ്. ഡെമോക്രാറ്റിക് ആയിട്ട് കൂടി ചേർന്നു എന്ന് മാത്രമല്ല ഒരു സ്പിരിറ്റും കൂടെ ഉണ്ട്. ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ്. പരസ്പരം സഹായിക്കണം എന്നുള്ള സ്പിരിറ്റോട് കൂടെ. ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ്. ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ്. വേ ഓഫ് ലൈഫ് വേർ ബൈ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ്. അപ്പോൾ JP വാർബേസ് എന്നവർ പറയാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽ ജനങ്ങളെല്ലാവരും ജനാധിപത്യപരമായി ഒരുമിച്ച് കൂടുന്നു. അവരുടെ മനസ്സിൽ എന്താണുള്ളത്? പരസ്പരം സഹായിക്കണം എന്നാണ് കേട്ടോ. ടു ഗെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു മ്യൂച്വൽ എയ്ഡിന്റെ മനസ്സോടുകൂടെ ഡെമോക്രാറ്റിക്കലായിട്ട് ആ ജീവിത രീതിയിൽ അവരെല്ലാവരും ഒന്നിച്ചു കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ടു ഗെറ്റ് അവർക്ക് നേടാൻ വേണ്ടിയിട്ടാണ്. ടു ഗെറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ കിട്ടാൻ വേണ്ടിയിട്ടാ? ടു ഗെറ്റ് ദ ലാർജസ്റ്റ് പോസിബിൾ ആക്സസ്. ടു ഗെറ്റ് ലാർജസ്റ്റ് പോസിബിൾ ആക്സസ് ടു ദ തിങ്സ് ആൻഡ് സർവീസ്. ടു ഗെറ്റ് അവർക്ക് നേടാൻ വേണ്ടിയിട്ടാണ്. ടു ഗെറ്റ് അവർക്ക് നേടണം. എന്തിന്? ടു ഗെറ്റ് ദ ലാർജസ്റ്റ് പോസിബിൾ ആക്സസ് ടു ദ തിങ്സ് ആൻഡ് സർവീസ് ദാറ്റ് ദേ നീഡ്. ടു ഗെറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ലാർജസ്റ്റ് പോസിബിൾ ആക്സസ് വലിയ സാധ്യമായ സ്വീകാര്യം എന്തിലേക്ക്? ടു ദ തിങ്സ് ആൻഡ് സർവീസ്. അവര് ചിന്തിക്കുകയും അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുകയും അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സേവനത്തിലേക്ക്. ദാറ്റ് ദേ നീഡ്. വേ ഓഫ് ലൈഫ് വെർ ബൈ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ് ടു ഗെറ്റ് ദ ലാർജസ്റ്റ് പോസിബിൾ ആക്സസ് ടു ദ തിങ്സ് ആൻഡ് സർവീസ് ദാറ്റ് ദേ നീഡ്. അപ്പൊ JP വാർബേസ് എന്നവര് പറയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്. ആ വേ ഓഫ് ലൈഫില് പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെമോക്രാറ്റിക് ആയിട്ട് കൂടിച്ചേരുന്നു. അവരുടെ മനസ്സിൽ എന്താ ഉള്ളത്? മ്യൂച്വൽ എയ്ഡ്, പരസ്പരം സഹായിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പരസ്പര സഹായ മനോഭാവത്തോടു കൂടെ ജനാധിപത്യ രീതിയിൽ ആ ജീവിത രീതിയിൽ അവർ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോസിബിൾ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ വേഗത്തിൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജീവിത രീതിയിൽ അവർ എന്ത് ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് ആയിട്ട് അതേപോലെ നിലനിൽക്കുന്നത്. സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡിന്റെ മനസ്സോടുകൂടെ അവർ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് JP വാർബേസിന്റെ ഡെഫിനിഷൻ. JP വാർബേസ് ഡിഫൈൻ കോപ്പറേഷൻ. JP വാർബേസ് എന്നവർ കോപ്പറേഷനെ ഡിഫൈൻ ചെയ്യുന്നു ആസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത രീതിയാണ്. വേർ ബൈ അവിടെ ആ ജീവിത രീതിയിൽ പീപ്പിൾ യുണൈറ്റ് ഡെമോക്രാറ്റിക്കലി പീപ്പിൾസ് അവിടെ എന്ത് ചെയ്യുന്നു? ജനാധിപത്യപരമായി കൂടിച്ചേർന്നു. ഇൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ എയ്ഡ് അവിടെ എന്തുണ്ട്? മ്യൂച്വൽ എയ്ഡിന്റെ സ്പിരിറ്റ് ഉണ്ട്. കഴിഞ്ഞോ? ഇല്ല. ടു ഗെറ്റ് ദ ലാർജസ്റ്റ് പോസിബിൾ ആക്സസ്. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സാധ്യമായ വലിയൊരു ആക്സസ് എന്തിലേക്ക്? ടു ദ തിങ്സ് ആൻഡ് സർവീസ് ദാറ്റ് ദേ നീഡ്. അവർക്ക് ആവശ്യമായിട്ടുള്ള അവർ കരുതിയ കാര്യം അല്ലെങ്കിൽ അവർ കരുതിയ സർവീസിലേക്ക്, സേവനങ്ങളിലേക്ക് സാധ്യമായിട്ടുള്ള പോസിബിൾ ആക്സസ്, ലാർജസ്റ്റ് പോസിബിൾ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വേ ഓഫ് ലൈഫിൽ അവരെന്ത് ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് ആയിട്ട് വോളണ്ടറി ആയിട്ട് അവിടെ മ്യൂച്വൽ എയ്ഡിന്റെ സ്പിരിറ്റോട് കൂടെ അവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതാണ് JP വാർബേസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, JP വാർബേസിന്റെ ഡെഫിനിഷൻ ആരാ ഒന്ന് വായിക്കുക? ഐ തിങ്ക് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇതാണ് ഇപ്പോൾ പ്രശ്നം. ആരെ വിളിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. രേഷ്മ ഒന്ന് വായിച്ചേ. Way of life whereby people unite democratically in the spirit of mutual aid
to get the largest possible access to the things and the service that they need. യെസ്, അതാണ് JP വാർബേസിന്റെ ഡെഫിനിഷൻ. മക്കളെ, നിങ്ങൾ നോട്ട് എഴുതിയെടുക്കല്ല എനിക്ക് വേണ്ടത്, നിങ്ങളത് മനസ്സിലാക്കി നോട്ട് എഴുതണം. ഏതെങ്കിലും ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഇനി നമ്മൾ അടുത്ത ഡെഫിനിഷൻ പഠിക്കുകയാണ്. H. കാൽവേർട്ടിന്റെ ഡെഫിനിഷൻ പഠിച്ചു. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടുള്ള H. കാൽവേർട്ടിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം VL മേത്തയുടെ ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം മെക്ലഗൻ കമ്മിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം MT ഹെറിക്കിന്റെ ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ വാർബേസിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇതുവരെ ഞാൻ ഒരു ഡെഫിനിഷനും നിങ്ങളോട് ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഡെഫിനിഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. മക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാലോ, ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ പോർഷനും നിങ്ങൾ എക്സാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ മനസ്സിലാകുന്നൊരു സമയം വരും. പക്ഷെ അപ്പോഴേക്ക് കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഇത് പഠിച്ചേ പറ്റും. പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മാക്സിമം ലോഡ് തരുന്നില്ല. മാക്സിമം ലോഡ് തരാനാണെങ്കിൽ ഞാൻ എന്തേ പറയുള്ളൂ, ഈ എല്ലാ ഡെഫിനിഷനും പഠിക്കണം കേട്ടോ എന്നേ പറയുള്ളൂ. ഞാൻ അവിടെ എന്താ പറഞ്ഞത്, എക്സാം ആണ്, എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഡെഫിനിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആര് ഡിഫൈൻ ചെയ്തു എന്നുള്ളത് അറിയാനുള്ള എന്തെങ്കിലും ഒരു സൂത്രം നിങ്ങൾ അതിനകത്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. മുഴുവൻ ഡെഫിനിഷനും ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഡെഫിനിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന ആൾ ഡിഫൈൻ ചെയ്തതാണ്. ഡെഫിനിഷനും വ്യക്തികളെയും രണ്ടും ക്വസ്റ്റ്യൻ തരും നിങ്ങൾക്ക്. ഏത് രീതിയിലാണ്, ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലാണെങ്കിലും മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും ഡെഫിനിഷനും ഉണ്ടാവും, പ്ലസ് അത് ഡിഫൈൻ ചെയ്ത ആളും ഉണ്ടാവും. ആ ഡെഫിനിഷൻ നോക്കി ഇന്ന ആളാണ് ഡിഫൈൻ ചെയ്തതെന്ന് കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയാൽ ഡെഫിനിഷൻ ഓക്കെയാണ്. അത് ഉണ്ടാക്കിയെടുത്താൽ മതി നിങ്ങളെ. അല്ലാതെ അത് പോയിക്കാണ്ട് ഇങ്ങനെ കൈപിടിച്ചിട്ട് എന്താ പറയാ, JP വാർബേസ് ദ വേ ഓഫ് ലൈഫ്, പീപ്പിൾ യുണൈറ്റഡ് ഡെമോക്രാറ്റിക്കലി ആൻഡ് വോളണ്ടറിലി ഇൻ ദ സ്പിരിറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ബൈഹാർട്ട് ചെയ്യാൻ പോകണ്ട. അതിന്റെ ആവശ്യമില്ല. അതിലേറെ നമുക്ക് പഠിക്കാൻ കുറെ കിടക്കണ്ടേ, അത്ര മതി. ഒരു ഡെഫിനിഷൻ കിട്ടിയാൽ ഇന്ന ആൾ ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും നിങ്ങളതിൽ നോക്കണ്ട. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഡെഫിനിഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യൂല എന്ന് പറഞ്ഞാലും നിങ്ങളത് ബൈഹാർട്ട് ചെയ്യും. നിങ്ങൾ അറിയാതെ നിങ്ങളത് പഠിക്കും. അതെന്താ, ആ ഡെഫിനിഷനിൽ നിന്നാണ് കോർപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ് എല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഈ ഒരു ഡെഫിനിഷനിൽ നിന്നാണ്. സോ ആ ഡെഫിനിഷൻ ഞാൻ പറയാൻ പോവാണ്. ഈ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഡെഫിനിഷൻ പഠിച്ചിട്ട് എന്ത് കടന്നുറങ്ങിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതൊന്ന് പഠിച്ചിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് വോയിസ് ഒന്ന് വിടുക. ഞാൻ കേട്ടോ കേട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ലൈക്ക് തരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ ഒരു ലവ് സിമ്പിൾ തരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഷെയ്ക്ക് ഹാൻഡിന്റെ സിമ്പിൾ ഒന്നും, ചിലപ്പോൾ ഒരു ഇമോജി ഞാൻ തരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത്. അപ്പൊ ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ച് നിർബന്ധമായിട്ടും വോയിസ്. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, ICA ഡെഫിനിഷൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കണേ. ICA definition. The International Cooperative Alliance ICA define. The International Cooperative Alliance ICA define cooperative as. ICA corporation define ചെയ്യാൻ ആർക്കെങ്കിലും അറിയോ? ഈ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് അറിയോ? അറിയുന്നവരുണ്ടാവാം, ഇല്ല ആർക്കും അറിയില്ല. ഈ ഡെഫിനിഷൻ മറന്നുപോയോ? സംഭവം പഠിച്ചിട്ടുണ്ട്, പഠിച്ചില്ല നിങ്ങൾ ആരും പറഞ്ഞ സംഭവിക്കില്ല. കാരണം ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ BCom കോർപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതല്ല നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, ബൈഹാർട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. JDC ചിലപ്പോൾ തന്നെ മലയാളം പഠിച്ചിട്ടുണ്ടാവും. HDC ആകുമ്പോൾ എന്തായാലും പഠിക്കണം. നൗ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA ഡെഫിനിഷൻ ആണ്, കേട്ടോ. ദ ഇന്റർനാഷണൽ അമല് ബൈ റൈസിൻ ഹാൻഡിലാണ്. അമലിന് ഒരു പക്ഷെ അറിയുന്നുണ്ടാവാം. എനിവേ ഞാൻ അമലിലേക്ക് വരാം. ആദ്യം ഞാൻ ഈ ഡെഫിനിഷൻ ഒന്ന് എല്ലാവർക്കും വേണ്ടി പറയുന്നു. ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA ഡിഫൈൻ കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA ഡിഫൈൻ ചെയ്യുന്നത് an autonomous association of person. An autonomous association of person. Association of person എന്നല്ല പറഞ്ഞത്, an autonomous association of person. Autonomous എന്ന് പറയുന്ന വേർഡിന് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. An autonomous association of person. United voluntarily. United voluntarily. United voluntarily.
to meet their common economic, social, and cultural needs. To meet their common economic, social, and cultural needs. To meet their common economic, social, and cultural needs. An aspiration through a jointly owned and democratically controlled and cultural needs. An aspiration through a jointly owned and democratically controlled enterprise. Once more, ഒന്നും കൂടെ നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒന്നുകൂടെ കേട്ടോളൂ. An autonomous association of persons united voluntarily to meet their common economic, social, and cultural needs. To meet their common economic, social, and cultural needs. An aspiration, aspirations, an aspirations through jointly owned and democratically controlled enterprise. Through a jointly owned and democratically controlled enterprise. Through a jointly owned and democratically controlled enterprise. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. മറ്റ് ഡെഫിനിഷൻസിലൊന്നും ഞാൻ ഈ ഒരു ഡിമാൻഡ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം കേട്ടാ. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നിങ്ങളത് പഠിക്കും കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICA define a cooperative as an autonomous association of persons united voluntarily to meet their common economic, social, and cultural needs and aspiration through a jointly owned and democratically controlled enterprise. Through a jointly owned and democratically controlled enterprise. ഇതാണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICAയുടെ ഡെഫിനിഷൻ. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിയുടെ ICAയുടെ ഡെഫിനിഷൻ ഇതാണ്. An autonomous association of persons united voluntarily to meet their common economic, social, and cultural needs. An aspiration through jointly owned and democratically controlled enterprise. ഇതാണ് ഡെഫിനിഷൻ കേട്ടോ. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൻ്റെ ഇടക്ക് നമുക്ക് ICAയുടെ ഡെഫിനിഷൻ ഒന്ന് കേൾക്കണ്ടേ? അമൽ, ICAയുടെ ഡെഫിനിഷൻ പറഞ്ഞു. An autonomous association of persons united voluntarily to meet their socio-economic and cultural aspirations through jointly owned and democratically controlled enterprise. അമലിനത് പഠിഞ്ഞു. ബൈജു, ആ ഡെഫിനിഷൻ ഒന്നുകൂടെ. According to ICA, corporation is an autonomous association of persons united voluntarily to meet their common economic, social, cultural needs and aspirations through a jointly owned and democratically controlled enterprise. പഠിച്ചിട്ട് എല്ലാവരും വോയിസ് വിടാൻ മറക്കണ്ട കേട്ടോ. കുറേ ആളുകൾ ചെയ്യാതിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എയിം നിങ്ങളെല്ലാവരും കേരള ബാങ്കിലെ ക്ലർക്ക്. അതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അതിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. എല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഞാൻ എന്തിനു വേണ്ടി ഇതൊക്കെ പറയുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് സ്വയം ബുദ്ധിയുള്ള ആളുകളല്ലേ. സോ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക. നൗ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പല കാരണങ്ങളുണ്ടാവും നിങ്ങൾ ചെയ്യാതിരിക്കാൻ. ചെയ്യണോ വേണ്ടെന്നുള്ള നിങ്ങൾ ആലോചിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ICAയുടെ ഡെഫിനിഷനിൽ നിന്നാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഡെഫിനിഷൻ അതിൽ അടയാളപ്പെടുത്തിയാൽ മതി. അതായത് ആ ഡെഫിനിഷൻസിൽ തന്നെ അടയാളപ്പെടുത്തിയാൽ മതി. ഇനി അതല്ല, ആ ഡെഫിനിഷൻസ് ഒന്ന് എടുത്തെഴുതണമെങ്കിൽ എടുത്തെഴുതാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, an autonomous association of persons.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷനിലെ ആദ്യത്തേത് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. 2 വോളണ്ടറി അസോസിയേഷൻ. 2 വോളണ്ടറി അസോസിയേഷൻ. 2 വോളണ്ടറി അസോസിയേഷൻ. 3 ആ ഡെഫിനിഷൻസിൽ തന്നെ രേഖപ്പെടുത്തിയാൽ മതി. ഇനി അതല്ല നിങ്ങൾ സെപ്പറേറ്റ് എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. A cooperative society is an autonomous association of persons. Autonomous association of persons. Voluntary association. 3 the object of association is to meet common economic, social and cultural needs. To meet their common economic, social and cultural needs and aspiration of the members. The object of association is to meet common economic, social and cultural needs and aspiration of the members. The object of association is to meet common economic, social and cultural needs and aspiration of the members. 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് jointly owned and democratically controlled enterprise. 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 അത് ആ ഡെഫിനിഷനിൽ നിന്നെടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആയിട്ടുള്ള ICA, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആയിട്ടുള്ള ICAയുടെ ഡെഫിനിഷനിൽ നിന്നെടുത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞത്. ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, വോളണ്ടറി അസോസിയേഷൻ. The object of association is to meet common economic, social and cultural needs and aspiration of the members. 4 jointly owned and democratic controlled enterprise. ഇനി ഞാൻ ഡെഫിനിഷനിൽ നിന്ന് പുറത്തുനിന്ന് എടുത്ത കുറച്ച് ഡെഫിനിഷനാണ്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണേ. 5ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഡെഫിനിഷൻസ് നിന്ന് പുറത്തുനിന്ന് എടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. An enterprise. അടുത്തത് സർവീസ് ഒബ്ജക്റ്റീവ്. An enterprise are service objectives. 7th one equality. An enterprise, service objective, equality. 8 norms of social justice. An enterprise, service objective, equality, norms of social justice. മൊത്തം 4 an enterprise, service objective, equality, norms of social justice. Characteristics of cooperation ഇവിടെ തീരുന്നു. ആരാ ഒന്ന് സബിത ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ. Characteristics ഒന്നാമത്തേതാണ് autonomous